മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് 5th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ് നോക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. എന്താണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഡെസിഷൻ മേക്കിങ്ങിൽ വർക്കേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. നമുക്കതിൻ്റെ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ റെപ്രസെൻറ്റേറ്റീവ്സ് വർക്കേഴ്സിൽ നിന്നുള്ളത് ബോർഡിലേക്ക് ഇലക്ട് ചെയ്യും. ഈ ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും വർക്കേഴ്സിന് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അവർ വർക്കേഴ്സിന് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. വൺ ഓർ ടു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വർക്കേഴ്സിൻ്റെ ഒന്നോ രണ്ടോ റെപ്രസെൻറ്റേറ്റീവിനെ എവിടേക്ക് ഇലക്ട് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടറിലേക്ക് ഈ റെപ്രസെൻറ്റേറ്റീവിനെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യിക്കും. അപ്പോൾ എന്തുണ്ടാവണേ? വർക്കേഴ്സിൽ നിന്നാണ് ഈ റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്ട് ചെയ്യണേ. അപ്പോൾ അത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ആയില്ലേ? This would be highest form of industrial democracy. Industrial democracy ഒരു highest form ആണിത്. The workers representative on the board can play a useful role in protecting the interest of the laborers. അതായത് ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ലേബേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഹി ഓർ ഷീ ക്യാൻ സെർവ് ആസ് എ ഗൈഡ് ആൻഡ് എ കൺട്രോൾ എലമെൻറ്റ് ഇൻ ദ ബോർഡിൽ കൺട്രോൾ ചെയ്യാനും ഗൈഡ് ചെയ്യാനും അവർക്കൊരു പവർ ഉണ്ടാവും. അവർ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിലനിൽക്കും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ വരുന്നത് പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. അതായത് വർക്കേഴ്സിൻ്റെ ഒന്നോ രണ്ടോ റെപ്രസെൻറ്റേറ്റീവിനെ ബോർഡ് ലെവലിലേക്ക് ഇലക്ട് ചെയ്യും. അവർ വർക്കേഴ്സിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് മെത്തേഡ്, പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. ഇനി സെക്കൻഡ്, പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് കിട്ടുക പറഞ്ഞാൽ എന്താ? അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വർക്കേഴ്സ് ആർ അലൗഡ് ടു പർച്ചേസ് ഷെയർസ് ഓഫ് ദി കമ്പനി ആൻഡ് ദസ് ദേ ബിക്കം കോ ഓണേഴ്സ്. അതായത് അവർ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരെന്താവും? അതിൻ്റെ കോ ഓണേഴ്സ് ആവും. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഓണർഷിപ്പിൽ ഓണേഴ്സ് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കൺട്രോളൊക്കെ കിട്ടും. അപ്പോൾ അവരാരാ? വർക്കേഴ്സ് ആയതുകൊണ്ട് ആ വഴിയും നമുക്ക് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് പോസിബിൾ ആക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ, സെക്കൻഡ് പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്. നെക്സ്റ്റ് വന്നത് പാർട്ടിസിപ്പേഷൻ ത്രൂ കംപ്ലീറ്റ് കൺട്രോൾ. ഇതിൽ പറയുന്നത് വർക്കേഴ്സ് ആ ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇലക്റ്റഡ് ബോർഡ് വഴി അവർ നേടിയെടുക്കും. അതായത് പിന്നെ പറയുന്നത് സെൽഫ് മാനേജ്മെൻറ്റ് ഇൻ യൂഗോസ്ലിയ ഈസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. സെൽഫ് മാനേജ്മെൻറ്റ് ഗേവ് കംപ്ലീറ്റ് കൺട്രോൾ ടു വർക്കേഴ്സ് ടു മാനേജ് ഡയറക്ട്ലി ഓൾ ആസ്പെക്റ്റ് ഓഫ് ഇൻഡസ്ട്രി തോർ ദെയർ റെപ്രസെൻറ്റ്. അതായത് കംപ്ലീറ്റ് കൺട്രോൾ കിട്ടിയിട്ട് ആ രീതിയിൽ മാനേജ് ചെയ്യുക. അതാണ് നമുക്ക് പാർട്ടിസിപ്പേഷൻ ത്രൂ കംപ്ലീറ്റ് കൺട്രോൾ വരുന്നത്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ ത്രൂ സെൽഫ് ആൻഡ് വർക്ക് കൗൺസിൽസ്. നെക്സ്റ്റ് വരുന്നത് പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽ. ഈ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിലിൽ വരുന്നത് ഈ വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കൂടി അവർ ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് കൂടി ഓർഗനൈസ് ചെയ്യുന്നതാണ് ഈ സ്റ്റാഫ് അല്ലെങ്കിൽ വർക്ക് കൗൺസിൽ എന്ന് പറയുന്നത്. സ്റ്റാഫ് ഓർ വർക്ക് കൗൺസിൽസ് ആർ ബോഡീസ് ഓൺ വിച്ച് ദ റെപ്രസെൻറ്റേറ്റീവ് ഈസ് ടോട്ടലി ഓഫ് എംപ്ലോയീസ്. ഈ വർക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് കൗൺസിലിൽ വരുന്നതെല്ലാം എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ദർ മേ ബി വൺ കൗൺസിൽ ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഓർ ആകെ ഒരു കൗൺസിൽ ഉണ്ടാവുള്ളൂ. സ്റ്റാഫ് ഓർ വർക്ക് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാഫ് ഓർ വർക്ക് കൗൺസിലിൻ്റെ ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും? എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവും. അവർ മാനേജ്മെൻറ്റിൽ കൺട്രോൾ ചെയ്യുക. The employee of the representative elect the members of the council. Such council play a diverse role. അതായത് ഈ ഇലക്റ്റഡ് മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് അവരെയാണ് നമ്മൾ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽസ് എന്ന് പറയുന്നത്. അവർ വർക്കേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും. ഇതാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽസ്. നെക്സ്റ്റ് ജോയിൻറ്റ് കൗൺസിൽ. ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിലേഴ്സ് പറഞ്ഞു, അതാരാ? എംപ്ലോയീസിൻ്റെ. ഇനി എംപ്ലോയർ അവരുടെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതാണ് ജോയിൻ്റ് ആയിട്ട് നടത്താൻ ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ.
Joint management councils are considered. There are bodies comprising representative of the employer and employees. എംപ്ലോയറിൻ്റെയും എംപ്ലോയിയുടെയും കൂടി ഒരുമിച്ച് ജോയിൻ്റ്ലി വന്നതാണ് ജോയിൻറ്റ് കൗൺസിലേഴ്സ്. നെക്സ്റ്റ് വന്നത് വർക്ക് കമ്മിറ്റി. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ ഒരു കമ്മിറ്റിയാണ്. ഇത് ലീഗൽ റിക്വയർമെൻ്റ് ആണ്, ലോ ആണ് ഈ വർക്ക് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് ഈ കേസ് വന്നത് ഒരു ഓർഗനൈസേഷനിൽ 100 അതിലധികമോ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് കമ്മിറ്റി ഫോം ചെയ്യണം. ഈ വർക്ക് കമ്മിറ്റി ആയിരിക്കും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സച്ച് കമ്മിറ്റി ഡിസ്കസ് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക് കണക്റ്റഡ് ടു ലേബർ വെൽഫെയറിൻ്റെ കുറേ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിനിങ്. ഇതിൽ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് കളക്റ്റീവ് ബാർഗെയിൻ്റെ ടൈമിൽ എംപ്ലോയറിനെ അപ്രോച്ച് ചെയ്യും. During the collective bargaining period, the workers' representative approach the employees and attempt to negotiate a contract which both sides can agree with. അത് രണ്ട് സൈഡുകാർക്കും എഗ്രി ചെയ്യുന്ന രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ളത് അവർ കളക്റ്റീവ് ബാർഗെയിൻ്റെ സമയത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീം. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷൻ്റെ പ്രിമിസസിൻ്റെ ഉള്ളിലും ഒരു സജഷൻ ബോക്സ് ഇട്ടിട്ടുണ്ടാവും. ഈ സജഷൻ ബോക്സിൻ്റെ ഉള്ളിൽ എംപ്ലോയീസ് അവരുടെ സജഷൻസ് ഇടും. ഈ സജഷൻസ് നോക്കിയിട്ട് ആ സജഷൻസ് ഓർഗനൈസേഷൻസിലെ മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യും. അതും ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ്. ഇതുവഴി ഇതിൽ ഏറ്റവും നന്നായിട്ട് സജഷൻസ് എടുക്കുന്നവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീമിൽ വന്നത്. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞാൽ QC. ക്വാളിറ്റി സർക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 7 to 10 പീപ്പിളാണ്. 7 തുടങ്ങി 10 വരെയുള്ള മെമ്പേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഫ്രം ദ സെയിം വർക്ക് ഏരിയ ഹൂ മീറ്റ് റെഗുലർലി. അവർ ഈ 7 to 10 പേഴ്സൺസ് ഇടയ്ക്കിട്ട് മീറ്റ് ചെയ്തിട്ട് അവർ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് അവർ ചർച്ച ചെയ്യാം. അതാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾസ്. ഇതുവഴി അവർക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് പോസിബിളാണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും പോസിബിളാണ്. കുറച്ച് പേര് കൂടി ഈ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ അത് സെയിം വർക്ക് ഏരിയയിൽ നിന്ന് അയക്കണം. ഇപ്പോൾ പ്രൊഡക്ഷനിലുള്ളവരാണെങ്കിൽ സെയിം പ്രൊഡക്ഷൻ ഏരിയയിലുള്ളത്, ഫിനാൻസുള്ളതിന് ഫിനാൻസ്, അങ്ങനെ സെയിം വർക്ക് ഏരിയയിൽ നിന്നുള്ളവരായിരിക്കണം ഈ ക്വാളിറ്റി സർക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എംപവേർഡ് ടീം. എംപവേർഡ് ടീംസ് എന്ന് പറഞ്ഞാൽ ഈ എംപവേർഡ് ടേക്കൺ പ്ലേസ് വെൻ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ടു ദി. ഒരു ഓർഗനൈസേഷൻ്റെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും എംപ്ലോയീസിന് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് തോന്നും, അവരും ഒരു ഓർഗനൈസേഷൻ്റെ ഒരു വൈറ്റൽ പാർട്ടാണെന്ന് അവർക്ക് തോന്നും. അങ്ങനെ അവർ നന്നായി ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യും. അതാണ് എംപവേർഡ് ടേക്കൺ പ്ലേസ് വെൻ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ടു ദി എംപ്ലോയീസ് ഹൂ ദെൻ എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ഓവർ ദെയർ ജോബ്. അതാണ് എംപവേർഡ് ടീം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് TQM. അതായത് TQMൽ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. നമുക്ക് ഒരു പ്രൊഡക്റ്റിന് പെർഫെക്ഷൻ വന്നെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ എപ്പോഴും അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരുന്നാലാണ് നമുക്ക് ആ ഹയസ്റ്റ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ TQMൽ വരുന്നത്. ഈ TQMൽ വരുമ്പോൾ അതിൽ ഓൾ എംപ്ലോയീസിനെ ഇൻക്ലൂഡ് ചെയ്യണം ടോട്ടൽ ക്വാളിറ്റിയിൽ. അത് ടോപ്പായാലും മിഡിലായാലും ലോവറായാലും എല്ലാ എംപ്ലോയീസിനെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവണേ, അതും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ്. കാരണം വർക്കേഴ്സിനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് സീക്ക് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് വിച്ച് വിൽ മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ. അത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണ്ടാവും, ചിലപ്പോൾ അത് മീറ്റ് ചെയ്യണ്ടാവും. This can be achieved by integrating all quality related function and process throughout the organization. Quality related ആയിട്ടുള്ള ഫങ്ഷൻസും പ്രോസസ്സും അത് അച്ചീവ് ചെയ്യണം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുക.
അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, കൂടുതൽ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ, അവർക്ക് കൂടുതൽ ക്യാഷ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൂടുതൽ വർക്ക് ചെയ്യും. അതാണ് ഫിനാൻഷ്യൽ. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ലെസ് കൺസൾട്ടേഷൻ ഓർ ഈവൻ ജോയിൻറ്റ് ഡിസിഷൻ. പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ലിങ്ക്ഡ് ടു ദി പെർഫോമൻസ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസിന് അനുസരിച്ചാണ് അവരുടെ ക്യാഷ് കിട്ടുന്നത്. ദ ലോജിക് ബിഹൈൻഡ് ദിസ് ദാറ്റ് ഇഫ് ആൻ എംപ്ലോയി ഹാസ് എ ഫിനാൻഷ്യൽ സ്റ്റേക്ക് ഇൻ ദ ഓർഗനൈസേഷൻ ഹി ഓർ ഷീ ലൈക്ലി ടു ബി മോർ പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആൻഡ് ഇൻവോൾവ്ഡ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ സാലറി കിട്ടാന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആയും കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഔട്ട്പുട്ട് ഉണ്ടാക്കാനും അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷനും ബെനിഫിറ്റാണ്, അവർക്കും ബെനിഫിറ്റാണ്. അങ്ങനെയും അവർ എന്തുണ്ടാവും, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 12 മെത്തേഡ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അപ്പം നമ്മുടെ പോർഷൻ തീർന്നു. നമ്മളിനി റിവിഷനാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.